ദേവി വൃന്ദ വൃന്ദ രാധ ഒരുപാട് പേരുകളുണ്ട്. നന്ദിനി, വിശ്വഭാവിനി, പുഷ്പസാര, കൃഷ്ണജീവനി, വൃന്ദ, വിശ്വപൂജിത, വൃന്ദാവനി, തുളസി. അങ്ങനെ 8 പേരുകൾ. അതിൽ കൂടുതലുണ്ട്, 16 പേരുകൾ പറയാറുണ്ട്. ഇത് 8 പേര്. തുളസി പിച്ചുകൂടെ? എന്തോ മത ഇന്നത്തെ ദിവസം പറിക്കാൻ പാടില്ലേ? ഇന്നത്തെ ദിവസം റിയലി എനിക്ക് അറിഞ്ഞുകൂടാ മാതാജി, അതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. തുളസി എന്താണെന്നറിയോ, പ്രസാദം വെക്കുമ്പം തുളസിയില പറിക്കാവോ? തുളസിയാണ് സാധാരണ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ തലേദിവസം പറിച്ചു വെക്കും. നമ്മളിപ്പോ ഏകാദശി ദിവസവും അതുപോലെ ദ്വാദശി ദിവസവും എടുക്കത്തില്ലല്ലോ തുളസി. അപ്പൊ നമ്മൾ തലേദിവസം പറിച്ചു വെക്കാറുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. എനിക്കതേ കുറിച്ച് വലുതായിട്ട് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും അതെ ഇന്ന് എടുത്തുകൂടാ എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് തുളസി വിവാഹം നടക്കുന്ന ദിവസമാണെന്ന്. അപ്പൊ അത് തുളസിയെല്ലാം നൽകുന്ന ദിവസം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എടുക്കുന്നതിൽ കുഴപ്പമില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ തുളസി എങ്ങനെയാണ് ഇവിടെ ഉണ്ടായതെന്ന് ഏതെങ്കിലും ആചാര്യന്മാര് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? തുളസിയെ കുറിച്ച് എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഒരു ക്ലാസ് എടുത്തിരുന്നു മാതാജി. പറഞ്ഞിരുന്നു മാതാജി, പക്ഷെ ഒന്നും കൂടെ കേൾക്കണം മാതാജി. ഹരേ കൃഷ്ണ. തുളസി മഹാറാണിയുടെ കഥ വളരെ വലുതാണ്. അത് ഞാൻ നേരത്തെ 2 ദിവസം ഈ ഗ്രൂപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഗോലോകത്തിൽ നിന്ന് തുളസി എങ്ങനെ വന്നു എന്നുള്ളത്. അത് വളരെ വലിയ കഥയാണ്. ഒരു ദിവസം നമുക്ക് 1 മണിക്കൂർ ഉണ്ടെങ്കിലേ അത് തീരുകയുള്ളൂ. പിന്നെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് പറയാം. ഇവിടെ അത് വലിയതായിട്ട് നല്ലതായിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇവിടെ ആചാര്യന്മാരെടുത്തതെന്ന് ഞാൻ കരുതുന്നു. തുളസി എങ്ങനെയാണ്, വിരജ എങ്ങനെയാണ് തുളസിയായിട്ട് ഇവിടെ വരുന്നത് എന്നുള്ള കഥയായിരിക്കുമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഹരേ കൃഷ്ണ. ഇനിയിപ്പൊ ഞാൻ അതിന്റെ ഷോർട്ടായിട്ടുള്ള ഒരു രൂപം മാത്രം പറയാം. കാരണം നമുക്ക് ഇതെല്ലാം കൂടെ പറയാൻ ഇന്ന് സമയം കിട്ടത്തില്ല. അപ്പൊ ഭഗവാനെ ഭൂമിയിലേക്ക് വരാൻ ഇപ്പം ഭൂമിദേവിയും അതുപോലെ മഹാദേവനും എല്ലാവരും സകല ദേവതകളും കൂടി പോയി പ്രാർത്ഥിക്കുന്നു. അധർമ്മം ഭൂമിയിലുണ്ട്, ആ ഭൂമിയിൽ അങ്ങ് വിളയാടുന്നു, അങ്ങ് രക്ഷിക്കണേ എന്ന്. അപ്പോഴേ ഭഗവാൻ പറയുന്നു, ഞാൻ തീർച്ചയായിട്ടും വരും. ആരൊക്കെ ഏതെല്ലാം രീതിയിൽ ഭൂമിയിൽ ജന്മം എടുക്കണം, ആരൊക്കെ ആയിരിക്കണം എന്റെ സഹായമായി, എന്റെ ലീലയ്ക്ക് സഹായകമായിട്ട് ആരൊക്കെ വന്ന് ഭൂമിയിൽ ജന്മമെടുക്കുന്നോ അവരെല്ലാം വരണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഭഗവാൻ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിക്കുമ്പോഴേ അപ്പം ഇവിടെ വരാനായിട്ട് 12 കാനനങ്ങൾ വരാൻ തയ്യാറായി. യമുന, ഗോവർദ്ധനം, അങ്ങനെ 52 കിലോമീറ്റർ ഉള്ള വൃന്ദാവനം, അത് അങ്ങനെ എല്ലാവരെയും ഭൂമിയിലേക്ക് വരേണ്ടിയവർ ആരൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്തു. ഭഗവാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അതെല്ലാം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങിയപ്പം നമുക്കറിയാം രാധാറാണി വരാൻ തയ്യാറായി. രാധാറാണിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലേ ഭൂമിയിൽ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അതെല്ലാം ഭഗവാൻ അംഗീകരിച്ചു. അങ്ങനെ അവരെല്ലാം വരാൻ തയ്യാറായി. ആ സമയത്ത് തുളസി ദേവി പറയുന്നു, എനിക്ക് കൂടി വരണം, എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയുന്നു. ഇത് ഒരു ഷോർട്ട് കഥയാണ്, വലുതായിട്ട് വേറെ ഉണ്ട്. വിരജയ്ക്ക് അവിടെ നിന്ന് രാധാറാണിയിൽ നിന്നൊരു ചെറിയ ശാപം കിട്ടുന്നതും അവിടെ ഭൂമിയിൽ ഇവിടെ വരുന്നതുമായിട്ടാണ് പ്രധാനപ്പെട്ട കഥ പോകുന്നത്. അപ്പൊ അങ്ങനെ തുളസിക്ക് ആഗ്രഹം വന്നപ്പം ഈ ആഗ്രഹം വരുത്തിയാണ് ഈ കഥയിൽ കൂടി എന്നുള്ളതാണ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ അങ്ങനെ തുളസി മഹാറാണി ഇവിടെ വരണമെന്ന് ആഗ്രഹം പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, ശരി, എന്നാലേ നീ ഒരു കാര്യം ചെയ്യൂ, മധുരയിലെ രാജാവിന്റെ മകളായിട്ട് നീ ഇവിടെ വന്ന് ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് സമ്മതിച്ചു. അങ്ങനെ ഇവിടെ വന്നു. അവര് രാജാവിന്റെ മകളായിട്ട് ഇവിടെ വന്ന് ജനിക്കുകയാണ്. തുളസി മഹാറാണി ഇവിടെ വന്ന് ജനിക്കുന്നു. നേരത്തെ നിങ്ങൾ കേട്ട കഥയിൽ നിന്ന് വ്യത്യാസമാണ് അല്പം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിരജ എങ്ങനെ ഇവിടെ വന്നു, വിരജ വരാനുള്ള കാരണം എന്താണ്, സുധാമാവിന് എങ്ങനെയാണ് ശാപം കിട്ടുന്നത്, ഇവിടെ എങ്ങനെയാണ് വരേണ്ടി വന്നത്, ഇങ്ങനെ 2 കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട് ഇവിടെ ഗോലോക വൃന്ദാവനത്തിൽ. പക്ഷെ അതിലേക്ക് പോയാൽ ഒരുപാട് വലുതാണ്. അപ്പൊ അങ്ങനെ അവരിവിടെ വന്ന് ജനിക്കുന്നു. ഈ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് ഷോർട്ട് കഥയാ. ഇവിടെ വന്ന് ജനിക്കുന്നു, ഇവിടെ ജന്മം കിട്ടിയ സമയത്ത് അവിടെ പറയുന്നു, അങ്ങയുടെ മകളെ ആര് വിവാഹം കഴിക്കും? ഉടനെ അതിനൊരു പേരും കൊടുത്തു, ജലന്ധർ. നമ്മള് ശംഖചൂടൻ എന്നാണ് മറ്റേ കഥയിൽ ഞാൻ പറഞ്ഞു തന്നത്. ശംഖചൂടൻ തന്നെയാണ് ജലന്ധർ. അപ്പം ജലന്ധർ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പം നാരദർ വന്നിട്ട് ജലന്ധറിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥ പിന്നെ പോവുകയാണ്. ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ കഥ മാത്രമേ ഞാൻ പറയുന്നു. ഇവിടെ ഒരു ദിവസം ബൃഹസ്പതിയും ഇന്ദ്രനും കൂടി സഞ്ചരിക്കുന്നു. ആ സമയത്ത്
ശിവൻ എന്ത് ചെയ്യുന്നു, കൈലാസത്തിൽ ഇവരെ കളിപ്പിക്കാനായിട്ട് ഒരു പാർഷദനായിട്ട് നിൽക്കുന്നു. അപ്പൊ അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴേ എന്ത് ചെയ്തു, ശിവനെ കണ്ടപ്പം ഇന്ദ്രൻ അല്പ അഹങ്കാരം ഉണ്ടായി. ചില സമയത്തൊക്കെ ഇന്ദ്രൻ അതുണ്ടാകുമല്ലോ, ഒന്ന് കളിയാക്കാൻ ശ്രമിച്ചു. അപ്പം അത് കേട്ടപ്പം മഹാദേവന് ദേഷ്യം വന്നു. അറിയാമല്ലോ മഹാദേവന് അങ്ങനെ ദേഷ്യം വരില്ല, വരികയാണെങ്കിൽ ദേഷ്യം വരുന്നതും സന്തോഷം വരുന്നതും എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ദേഷ്യം വന്നു. അപ്പം മഹാദേവന്റെ ആ ദേഷ്യത്താൽ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും ഒരു ഒരു പത എന്ന് വെച്ചാൽ ഒരു കണ്ണുനീരിന്റെ ഒരു ദേഷ്യം കൊണ്ടുണ്ടായി, ക്രോധത്തിൽ നിന്നുണ്ടായ ഒരു തുള്ളി ജലം കണ്ണിൽ ഉണ്ടാകുകയും അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ കളിയാക്കിയത് കൊണ്ടാണ് അങ്ങനെ വന്നത്. മഹാദേവന് ദേഷ്യം ഉണ്ടാകുന്നത് കൃക്കയിൽ നിന്ന് ഈ കുമള വരികയും ചെയ്തു. അതിനെ അപ്പൊ പിന്നീട് ബൃഹസ്പതി പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ ആ സമയത്ത് ആ കണ്ണിൽ നിന്ന് വന്ന ആ നീര് എവിടേക്ക് കളയും, അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോ അതിനെ ജലത്തിലേക്ക് വിടുകയാണ് ചെയ്തത് ശിവൻ. അപ്പൊ അങ്ങനെ ആ ജലത്തിൽ വീണുകയും അവിടെ നിന്ന് ജലന്ധർ ഉണ്ടാവുകയും ചെയ്യുന്നു. ജലന്ധരൻ തന്നെയാണ് ശംഖചൂഡൻ എന്ന് പറയുന്ന, വ്യത്യാസമില്ല. അപ്പം അവരുടെ അങ്ങനെ അവിടെ ഉണ്ടായി. ജലന്ധർ വലിയ ആളായി, വലിയൊരു അസുരനായി മാറുകയാണ് ജലന്ധർ. അവനെ തോപ്പിക്കാൻ ആർക്കും കഴിയാത്ത രീതിയിൽ വലിയ അസുരനായിട്ട് മാറുന്നു. അവിടെ കാരണം എന്താണ്, അവരുടെ വിവാഹം നടക്കുന്നു. ആരുമായിട്ടുള്ള വിവാഹം? ഈ തുളസിയുമായിട്ട് ഉള്ള വിവാഹം നടക്കുന്നു. അപ്പം ആ കാശി രാജാവിന്റെ മകളായിട്ട് ജനിച്ച, മധുരയിലെ രാജാവാണ്, കാശിയിലല്ല മധുരയിലെ രാജാവായിട്ടാണ്, രാജാവിന്റെ മകളായിട്ട് വരുന്ന ആ മകളെ വിവാഹം കഴിക്കാനായിട്ട് ജലന്ധർ വരുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജലന്ധർ അവരുടെ വിവാഹം കഴിക്കുന്നു. അവർ രണ്ടുപേരും കൂടെ വിവാഹം കഴിക്കുന്നു. അപ്പം ആണെങ്കിൽ ഭയങ്കരമായ ഭക്തിയും അതുപോലെ പാതിവൃത്യത്തിൽ 1-ാം സ്ഥാനം ഉള്ള ആളായിരുന്നു. അപ്പൊ അങ്ങനെ പാതിവൃത്യം, ബൃന്ദാദേവി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ പാതിവൃത്യത്തോടു കൂടി ഇരുന്ന ആളിനെ, ഈ ആളിന്റെ ഭർത്താവായതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ ഈ അസുരൻ ഭയങ്കരമായ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വലിയ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ ദ്രോഹം എല്ലാം സഹിക്കേണ്ടി വന്നു. അപ്പോഴേ ഇനി ഇതിനെ ഏതൊരു രീതിയിൽ തോൽപ്പിക്കാമെന്ന് മഹാവിഷ്ണുവിനോട് എല്ലാവരും കൂടി ചോദിക്കുന്നു. ഒരു രീതിയിലും അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല, ഇവൻ ശിവന് പോലും കഴിയുന്നില്ല. അപ്പോഴാണ് എന്ത് ചെയ്യണം എന്നുള്ളത് മഹാവിഷ്ണുവിനോട് തിരക്കുകയും, അപ്പൊ അങ്ങനെ ഭയങ്കര യുദ്ധത്തിലൊക്കെ നിഷ്പ്രയാസം ജലന്ധരം ജയിക്കും. എന്താ കാര്യം ചോദിച്ചാൽ തുളസിയുടെ അഥവാ ബൃന്ദാദേവിയുടെ പാതിവൃത്യം, അതിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ജയം ഉണ്ടാവുകയുള്ളൂ, മറ്റുള്ളവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ അതിനെ എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പൊ അവിടെ നിന്നിട്ട് ഭയങ്കരമായ യുദ്ധം നടക്കുകയാണ്. യുദ്ധം നടക്കുന്ന അവസരത്തില് ഭഗവാൻ എന്ത് ചെയ്തു, ഒരു ട്രിക്ക് പ്രയോഗിച്ചു. കാരണം നേരത്തെ തന്നെ ഭഗവാന്റെ ഭാര്യയായിട്ട് സ്ഥാനം കൊടുക്കണം തുളസി ദേവിക്കെന്ന് നേരത്തെ ഉള്ളതാണ്. അപ്പം അതിനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഒരുക്കുകയാണ് ചെയ്തത്. അപ്പം അവിടെ ഭഗവാനെ ആ യുദ്ധം അതികഠിനമായിട്ട് നടക്കുന്ന അവസരത്തില് ഭഗവാൻ എന്ത് ചെയ്തു, ജലന്ധറിന്റെ രൂപം കെടുത്തുകൊണ്ട് കൊട്ടാരത്തിൽ വരുന്നു. അപ്പം അസുരന്മാരുടെ കൊട്ടാരമാണ്, വളരെ വളരെ വലുതാണ്. അത്ര മനോഹരമായിട്ടുള്ള കൊട്ടാരത്തിലേക്ക് ഭഗവാൻ എത്തുന്നു. ആരുടെ രൂപത്തിലെ? ജലന്ധറായിട്ട് വരുന്നു. അപ്പം തുളസി ബൃന്ദാദേവി എന്ത് ചെയ്യുന്നു, പൂജാമുറിയിൽ നിന്ന് എഴുന്നേറ്റ് ഓടി വരുന്നു ഭർത്താവിനെ സ്വീകരിക്കാനായിട്ട്. ഭർത്താവിനെ സ്വീകരിക്കുന്നു. ഓ, അങ്ങ് ഇത്ര വേഗം ജയിച്ചിട്ടിങ്ങി വന്നോ? ബൃന്ദാദേവിക്ക് യാതൊരു സംശയമില്ല ജയിക്കുമെന്നുള്ളതിന്. ജയിച്ചിട്ടിങ്ങി വന്നോ എന്നും പറഞ്ഞ് ഓടി വന്ന് പുണരുന്നു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്തു, അതോടുകൂടി ശിവൻ എന്ത് ചെയ്തു, അവിടെ യുദ്ധത്തിൽ ആരെ തോൽപ്പിക്കുന്നു? ജലന്ധറിനെ തോൽപ്പിക്കുന്നു. അപ്പം ജലന്ധറിനെ തോൽപ്പിച്ചതല്ല, അദ്ദേഹത്തിന്റെ ശിരോഭാഗം വന്ന് ഇവിടെ കൊട്ടാരത്തിൽ വീഴുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം അവിടെ വന്ന് വീണതോടുകൂടി ഉടനെ തുളസി അങ്ങ് മാറി, ബൃന്ദാദേവി പുറകോട്ട് അങ്ങ് മാറുകയും, ആരാണിത്, അങ്ങ് ആരാണ്, എന്നെ ചതിക്കാൻ വന്നത് ആരാണെന്നും പറഞ്ഞ് മഹാവിഷ്ണുവിനോട് അപ്പൊ ഭയങ്കര ക്രോധമായി മാറുന്നു. അങ്ങ് ഒരു കല്ലായി തീരട്ടെ എന്നങ്ങ് ശപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന കാര്യമാ ആ കല്ല് ആരായി മാറുന്നു എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു ഭഗവാൻ കല്ലായി തീരട്ടെ എന്ന് പറയുകയും ശാപം കൊടുക്കുകയും ചെയ്തു. ഉടനെ നീ ഒരു ചെടിയായി തീരട്ടെ എന്ന് ആര് പറയുന്നു? മഹാവിഷ്ണു പറയുന്നു. അങ്ങനെയാണ് ബൃന്ദാദേവി ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ചെടിയാകുന്നതും. ഭഗവാൻ ആരാകുന്നു? ആർക്ക് പറയാം? സാളഗ്രാമങ്ങളായി
വരുന്നു. ഭഗവാൻ കല്ലായതിൽ അപ്പം നമുക്ക് സാളഗ്രാമത്തിൽ പല ചിഹ്നങ്ങളുണ്ട് അല്ലേ? ഭഗവാന്റെ സാളഗ്രാമത്തെ പല പല സാളഗ്രാമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പല അതിൽ എന്ത് ചെയ്യും, ഓരോ ജീവികൾ കയറി അതിനെ കടിച്ചിട്ട് അതിനെ പല രീതിയിലാക്കി മാറ്റട്ടെ എന്നും പറയും. അങ്ങനെ പല സാളഗ്രാമമായിട്ട് ഭഗവാൻ വരുന്നു. ഭഗവാൻ തന്നെയാണ് സാളഗ്രാമം അല്ലേ? സാളഗ്രാമത്തെ നമ്മൾ ഭഗവാനെ എന്ത് ചെയ്യുന്ന പോലെയാണ്, ആരാധിക്കുന്നത് പോലെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അതുപോലെ വൃന്ദാദേവി അവിടെ തുളസിയായിട്ട് ഒരു ചെടിയായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാന്റെ ഭാര്യസ്ഥാനം തുളസിക്ക് കിട്ടുന്നു. കാരണം ഭഗവാൻ വന്ന് അവളെ ഉണർന്നതാണ്. ആ അസുരന്മാരിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ജലന്ധർ എന്ന് പറയുന്ന ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വ്യക്തിയെ തോൽപ്പിക്കാനും അങ്ങനെ ലോക നന്മ നടത്താനും കഴിഞ്ഞത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്, ലക്ഷ്മി ദേവിക്ക് പോലും തുളസിയോട് എന്താണ് അസൂയ ഉണ്ടാകാറുണ്ട് ചില സമയത്ത്. അത്രമാത്രം ഭഗവാന് തുളസി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. എന്തിനും തുളസി വേണം. അപ്പൊ എല്ലാ പൂജയ്ക്കും തുളസി വേണം. അങ്ങനെ പറയുന്നത് നമ്മുടെ കഴുത്തിൽ തുളസിമാലയും അതുപോലെ കയ്യിൽ ജപമാലയും തുളസിയുടേതുണ്ടെങ്കിൽ നമ്മളെ ആർക്കും എന്താണ് ചതിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ തുളസി ഭഗവാനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് കണ്ടത്തിലെ തുളസിമാലയും കയ്യിലെ തുളസിമാല, ജപ തുളസിമാലയും എന്ന് പറയും. അപ്പം എനിക്ക് തോന്നുന്നത് ഭീഷ്മപഞ്ചകം തുടങ്ങിയ ദിവസമാണ് ഇത് തുളസി ജനിച്ചതെന്ന്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരു റിലേഷനുണ്ട്. അപ്പം തുളസിയും ഭഗവാനുമായി വേർപെടുന്നില്ല. അപ്പൊ എല്ലാം ഈ വൃന്ദാദേവിക്ക് പ്രത്യേക സ്ഥാനമാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം, വൃന്ദാവനത്തിൽ നടക്കുന്നതെല്ലാം തുളസിയുടെ അധ്യക്ഷതയിലാണ്. അങ്ങനെ ആ തുളസി മഹാറാണിയോടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മൾ വളരെ അധികം പ്രാർത്ഥിക്കുന്നത്. തുളസി ദേവി, എന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കണമേ, എല്ലാ വിഘ്നങ്ങളും മാറ്റിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഇന്ന് ആ തുളസി മഹാറാണിയും ഭഗവാനും തമ്മിലുള്ള വിവാഹം നടത്തുന്ന വീടുകളിലും അതുപോലെ പല ക്ഷേത്രങ്ങളിലും എല്ലാം തുളസി വിവാഹം നടക്കുന്ന ദിവസമാണ്. ഇത്രയാണ് നമ്മളെ ഒരു ചെറിയ ഇതിൽ പറഞ്ഞാലായിട്ട്. ഹരേ കൃഷ്ണ. പിന്നെ വേറെ ഒരു കാര്യം ഓർക്കണം, ഇത് ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് അവിടെ ഉണ്ടായ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് റിലേറ്റഡ് ആണ്. ഹരേ കൃഷ്ണ. അതുപോലെ ഇന്ന് പിന്നെ എന്താണ്, ഭീഷ്മപഞ്ചകം തീരുന്ന ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇന്ന് നമ്മുടെ എന്താണ് ഇത്രയും ദിവസം ഒരു മാസമായിട്ട് നമ്മൾ സന്തോഷത്തോടുകൂടി കൃഷ്ണനെ വീട്ടില് എപ്പോഴും ആരാധിച്ചുകൊണ്ടിരുന്ന ആ ഒരു ദിവസം ഇന്ന് നമ്മൾ എന്നും നാളെയും ആരാധിക്കും. ഇന്ന് വല്ലതും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അത് നമുക്കൊന്ന് ഒരു കാർത്തിക മാസം തീരുന്നതോടുകൂടി ഇനി അടുത്ത വർഷമേ ഉള്ളല്ലോ എന്നുള്ള ഒരു ചിന്താഗതി നമ്മളിൽ ഉണ്ടാകാറുണ്ട്. കേശവമാസം മുതൽ കാർത്തിക മാസം വരെ എന്ന് പറയും അല്ലേ? അപ്പൊ അതിലേറ്റവും പ്രധാനമുള്ള ആയിരുന്നു കാർത്തിക മാസം. അതും ഇന്ന് പോയി കിട്ടുകയാണ്. അപ്പം അവിടെ ദാമോദര മാസം എന്നാണ് നമ്മൾ കൂടുതലും പറയുന്നത്. കാരണം ഇവിടുത്തെ കാർത്തിക മാസമായിട്ട് വ്യത്യാസമുള്ളത് കൊണ്ട് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുക, അങ്ങനെ കാർത്തിക മാസമാണോ വീണ്ടും എടുത്തു ചോദിക്കാറുണ്ടല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് ദാമോദര മാസം എന്ന് പറയുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇതിനെ ദാമോദര മാസം എന്ന് പറയുന്നത്? ഹരേ കൃഷ്ണ. ഭഗവാൻ ദാമോദരനായി നിന്ന മാസമാണ് അല്ലെ? അപ്പം ദാമം കൊണ്ടമ്മ പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണാഹരേ എന്ന് പൂന്താനം പറയുന്നുണ്ട് അല്ലെ? ദാമം കൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നു, പിടിച്ച് തളച്ചവിടെ നിർത്തി. അതുകൊണ്ടാണ് ദാമോദരൻ എന്ന പേര് കിട്ടുന്നതും അങ്ങനെ ദാമോദരനായി മാറുന്നതും. അപ്പൊ 108 ഹരികീർത്തനം എന്നൊരു ബുക്കില് നമുക്ക് അത് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഭഗവാനെ ദാമോദരൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഭഗവാനെ നമ്മുടെ ഹൃദയമാകുന്ന ഉരലിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു മാസമാണ്. ആ ഉരലിനെ നമ്മുടെ ഹൃദയമായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, ഇതിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാണും മറ്റുള്ളവരെ, അത് ഞാൻ കഥ പറയുന്നില്ല. അപ്പം ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ ബന്ധിപ്പിച്ച് നിർത്തിയ, ഞാൻ കരുതുന്നു അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമെന്ന്, ആ ഒരു മാസമാണിത് എന്ന് പറയുന്നു. അപ്പം ആ ഒരു മാസത്തിന്റെ പ്രത്യേകത നമ്മുടെ ഭാഗവതത്തില് പറയുന്നു. എന്താണ് യശോദ എങ്ങനെയാണ് ഇതിനെ മകനെ ലാളിച്ചു കൊണ്ടിരുന്നതും
അപ്പൊ ഏകദാ ഗൃഹദാസീഷു യശോദാ നന്ദഗേഹിനി കർമാന്തര നിയുക്താസു നിർമ്മന്ദ സ്വയം അഹരി. അപ്പൊ ആ ഒരു അങ്ങനെ യശോദ എങ്ങനെ മകനെ ഇതിന് യശോദയും മകനും കൂടെയുള്ള ഒരു കളി, ഇത് ഒരു ലീല, ഇതിന് എന്തുകൊണ്ട് നമ്മൾ രാധാ ദാമോദരൻ എന്ന് പറയുന്നു? എന്താണ് അതിന് കാരണം? ആർക്കെങ്കിലും പറയാമോ? നമ്മളെ യശോദയും മകനെയുമേ കാണുന്നുള്ളൂ ആ ഫോട്ടോയിൽ, അല്ലേ? നമ്മൾ വിളക്ക് കൊളുത്തുമ്പോഴേ ദാമോദരന് ഫോട്ടോ, ദാമോദരനെ നമ്മൾ ആരാധിക്കുന്നു, യശോദയും ദാമോദരൻ. പക്ഷെ നമ്മൾ രാധാ ദാമോദര ഹരി എന്നാണ് പറയുന്നത്, അല്ലേ? എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തോ രാധാദേവിയും ശ്രീകൃഷ്ണനും കൂടി ഊഞ്ഞാലില് എന്തോ ഒരു ലീലയുണ്ട്. ഭഗവാന്റെ ശക്തിയല്ല രാധ, അവര് തമ്മിൽ ഒന്ന് തന്നെയല്ല, അതുവാണോ? അതെ, രാധയും കൃഷ്ണനും ഒന്നാണ്, കറക്റ്റ്. ഒരു ലീല മാതാജി പറഞ്ഞതുപോലെ ഒരു ലീലയുണ്ട്, അത് ഗോലോകത്തിലെ ലീലയായിരുന്നു. രാധയെ എന്ത് ചെയ്ത അത് വേറൊരു കഥയാണ്. അപ്പൊ അവിടെ വെച്ച് മേഖലയിൽ വെച്ച് രാധ കൃഷ്ണനെ ബന്ധിക്കുകയാണ്. അവിടെ ആ രാധാറാണിയുടെ കാലിലെ ചൂർണമുണ്ടെങ്കിലേ നമുക്ക് കൃഷ്ണനെ കിട്ടൂ എന്ന് പറയും. കാരണം കൃഷ്ണനാൽ മേഖല വെച്ച് ബന്ധിച്ചിരിക്കുന്നതാണ് കൃഷ്ണനെ എന്നാണ് പറയുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ എത്രമാത്രം കയറുകൾ കൊണ്ടുവന്നു കൃഷ്ണനെ കെട്ടാനായിട്ട്. കയറ് മീൻസ് ആദ്യമൊക്കെ പട്ടു തുണി കൊണ്ടാണ് കെട്ടാൻ യശോദ ഇഷ്ടപ്പെട്ടത്. അപ്പം ഒരുപാട് തുണികൾ കൊണ്ടുവന്നു, ഒന്നും പോരാഞ്ഞിട്ട് കയറ് കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നിട്ടും കൃഷ്ണനെ കെട്ടാൻ കഴിഞ്ഞില്ല. അപ്പോഴെല്ലാം എന്ത് സംഭവിച്ചു? അപ്പോഴെല്ലാം എന്തുണ്ടായി? രണ്ടങ്കുലം ബാക്കിയായി നിന്നു. അപ്പൊ അവസാനം എന്താ ചെയ്തത്? നാരായണ അവനെ വിളിച്ചപ്പോ പിന്നെ ഭഗവാൻ പ്രേമം ഭഗവാന് വിഷമം. ഈ രാധാ ദാമോദരൻ എന്ന് പറയാൻ കാരണം അവസാനം രാധ എവിടെ എത്തുന്നു? വൃഷഭാനുവിന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇവിടെ എത്തുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് കുറേ സമയമായി ഇത് നടക്കുന്നു, അറിഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്നു. പണ്ടെങ്ങോ രാധയുടെ കയ്യിൽ യശോദാമ്മ കൊടുത്തിരുന്ന ഒരു റിബൺ, ആ റിബൺ കൊണ്ടുവന്ന് അവസാനം കൂട്ടിച്ചേർത്ത് കെട്ടിയപ്പോഴാണ് എന്ത് ചെയ്യാൻ കഴിഞ്ഞത്? കൃഷ്ണനെ ബന്ധിക്കാൻ കഴിഞ്ഞത്. അതിന് വേറെ കാരണമുണ്ട്, അതും പ്രധാന കാരണമാണ്. അപ്പം രാധ നേരത്തെ തന്നെ ഗോലോകത്തിൽ നിന്ന് കൃഷ്ണനെ ബന്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും രാധയ്ക്ക് കൃഷ്ണനെ ബന്ധിക്കുന്നതിന് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് രാധാ ദാമോദരൻ എന്ന് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഈ മാസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും, ഇല്ലേ? ദേവിയുടെ ജന്മം തൃക്കാർത്തികയുണ്ട്, ഈ മാസത്തിലെ ഗോവർദ്ധനോദ്ധാരണമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഈ മാസത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സഹസ്രാദി ഫലോദയമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇപ്പൊ എവിടെ നിന്നാണ് നമ്മൾ അറിയുന്നത്? വ്യാസനും നാരദനും തമ്മിലുള്ള സംഭാഷണത്തില്, അല്ലെ? സത്യവ്രതമനിയുടെ ഉപദേശമാണ് നമ്മൾ ഈ ഉലൂഖുല ബന്ധനത്തിൽ കൂടി നമ്മൾ കേൾക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഭഗവാന്റെ ജോലി എന്താണ്? ഓരോ വീട്ടിലും കയറി മോഷണം നടത്തുക, അല്ലെ? മോഷണം കലയാക്കി മാറ്റി. അപ്പം പ്രത്യേകിച്ച് ഒരു ദിവസം മോഷ്ടിച്ചതുപോലെ അടുത്ത ദിവസം മോഷ്ടിക്കത്തില്ല. അപ്പൊ അതിനെല്ലാം പ്രത്യേക ട്രിക്കാണ് ഭഗവാന്റെ കയ്യിലുള്ളത്. ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഏത് രീതിയിലും മോഷണം നടത്തും. പക്ഷേ ഭഗവാൻ ഒരു ദിവസം കാണിച്ചതുപോലെ ആയിരിക്കില്ല പിറ്റേ ദിവസം കാണിക്കുന്നത്. അപ്പൊ അവിടെ വൃന്ദാവനത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നപ്പോഴേ ഈശ്വരത്വം മറന്നാണ് അവിടെ പെരുമാറുന്നത്. അവിടെ ഞാൻ ഈശ്വരനാണ് എന്നുള്ള ഭാവം ഒരിക്കലും കാണിക്കുകയില്ല. പിന്നെ അവസാനം ഈ സമയത്ത് ഇവിടെ ഈ ഉലൂഖല ബന്ധനം നടക്കുന്ന സമയത്ത് ഈശ്വരഭാവം വന്നു പോകും എന്നുള്ള ഭാവം വന്നപ്പോഴാണ് രാധാറാണി എത്തുന്നത്. കാരണം എന്തുകൊണ്ടത് വന്നുകൂടാ? വന്നാൽ ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ച ലീലകൾ ഒന്നും നടത്താൻ കഴിയില്ല, ഈശ്വരഭാവം വന്നുപോയാൽ എല്ലാവരും അറിയും. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് രാധാറാണി എത്തുന്നതും അതില്ലാതാക്കുന്നത്. അപ്പം ഇവിടെ വൃന്ദാവനത്തിൽ വന്നിട്ട് ഇവിടെ ഈശ്വരത്വം മറന്നിട്ട് ഏത് സമയത്തും ഓടി നടന്ന് കളിച്ചിരുന്ന ആ ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ നന്ദഗോപരുടെ വീടെന്ന് പറയുന്നത് തന്നെ ഏകദേശം 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഭയങ്കര വീടാണ്. ഒരുപാട് സ്ഥലം അവിടെ വ്യാപിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നന്ദഭവനം എന്ന് പറയുന്നു. അപ്പം നമുക്കറിയാം യശോദ തൈര് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യശോദ കുറച്ച് തടിച്ച ഒരു സ്ത്രീയാണ്, കല്പം വണ്ണമൊക്കെ ഉണ്ടെന്ന് ഭാഗവതം നമ്മളോട് പറയുന്നുണ്ട്. എന്താണ്?
ഷൗമംബാസപ്രതികടീതടേ വിപ്രദേശു വിപ്രതീസൂത്രനർത്ഥം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആ യശോദയെ കുറിച്ച് നമ്മൾ യശോദയെ കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഭയങ്കര ഗുണമാണെന്നാണ് പറയുന്നത്, നന്മയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ യശോദ ഇരിക്കുന്ന ഇരിപ്പും യശോദ എങ്ങനെയാണ് തൈര് കടഞ്ഞുകൊണ്ട് ഇരുന്നത് എന്നുള്ളതൊക്കെ യശോദ എന്ത് ചെയ്തു, അപ്പൊ വളരെ ഇതായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മകനെ കുറിച്ചുള്ള പാട്ടുകളും പാടിക്കൊണ്ടിരുന്ന് തൈര് കടയുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഭഗവാൻ എഴുന്നേറ്റ് വരുന്നു. അപ്പൊ ഭഗവാനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും നമുക്കവിടെ കഥകളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിഗംബരനായിട്ടാണ് ഭഗവാൻ വരുന്നത്. പട്ടുകോണകം ഉണ്ട്, അത് ചിലപ്പോൾ കൈ പിടിച്ചിരിക്കും, ചിലപ്പോൾ അത് എന്താണ് കിങ്ങിണി ഉടുത്തിട്ടുണ്ട്, കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. എന്നും കിങ്ങിണി മാറ്റണം ഭഗവാന്. അങ്ങനെ പുലനഖമോതിരത്തിന്റെ ഭാഗം പിന്നിലേക്ക് വിട്ട് ചിലപ്പോൾ മുകളിലേക്ക് വിട്ട് ഒരു ശ്രദ്ധയില്ലാതെ ഭഗവാൻ അതാ എഴുന്നേറ്റ് വരുന്നു. അമ്മയുടെ മടിലേക്ക് വന്ന് അമ്മ അത് ശ്രദ്ധിക്കുന്നില്ല. അമ്മ മോനെ കുറിച്ചുള്ള ആ ലീലകളിൽ ഓർത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. കണ്ണ് തിരുമി ഓടി വന്നിട്ട് അമ്മയുടെ മടിയിലോട്ട് അങ്ങ് ചാടിക്കേറുകയാണ്. ചാടിക്കേറുകയും പാൽ കുടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയും ചെയ്യുന്നു. അവര് നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാലായ നീലവപുഷേ തവ കിങ്കിണി ഗവാലാഭിരാമ ജഘനായ ദിഗംബരായ. ആ ഭഗവാന്റെ വരവിനെ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ബാലായ നീലവപുഷേ, ആ നീല നിറത്തിൽ ബാലനായിട്ട് ബാലായ നീലവപുഷി തവ കിങ്കിണി, അങ്ങയുടെ കിങ്ങിണിയൊക്കെ തൂക്കിയിട്ട് ഗജാലാഭിരാമ ജഘനായ ദിഗംബരായ, എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ ദിഗംബരനായിട്ട് ഓടി വന്ന്, കുഞ്ഞാണല്ലോ, അമ്മയുടെ മടിയിലേക്ക് ചാടിക്കേറുകയാണ്. ദിഗംബരനായിട്ട് ചാടിക്കേറുകയാണ്. അപ്പൊ അങ്ങനെ തൈര് കൊടയാണെന്നോ ഒന്നും കുഞ്ഞിനറിയണ്ട. കുഞ്ഞിന് പാല് കുടിച്ചാൽ മതി. കടകോലിങ്ങി കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റിയിട്ട് ചാടി അങ്ങ് കയറുകയും. അപ്പം നമുക്ക് അവിടെ നമ്മൾ കാണേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം സ്മൃതികൾ എന്തൊക്കെയാണ്, ശ്രുതികൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? ആർക്ക് പറയാം സ്മൃതികളും ശ്രുതികളും എന്തൊക്കെയാണെന്ന്? സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാരും പോയോ? ആരും ഇല്ലേ? ഭഗവാനിൽ നിന്ന് നേരിട്ട് വേദത്തിലുള്ളത് സ്മൃതി. സ്മൃതി, ഭഗവത്ഗീത പോലുള്ള. എങ്ങനെ മാതാജി? ഭഗവാനിൽ നിന്ന് നേരിട്ട് വേദങ്ങൾ സ്മൃതി. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ട് മനസ്സിലാക്കേണ്ടത്, മറ്റേത് വായിച്ച് ഓർത്ത് മനസ്സിലാക്കേണ്ടത്. ഞാനത് പറഞ്ഞിരുന്നു. വേദങ്ങളെ, ഉപനിഷത്തുക്കളെ, സംഹിതകളെ, ബ്രാഹ്മണങ്ങളെ, ആരണ്യകങ്ങളെ, ഇതൊക്കെ എന്തിനകത്ത് വരുന്നു? ശ്രുതിക്കകത്ത് വരുന്നവയാണ്. വേദം, ഉപനിഷത്ത്, അതുപോലെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, അതെല്ലാം 108 ഉപനിഷത്തുക്കളെ, ഇതൊക്കെ നമ്മുടെ ശ്രുതിക്കകത്ത് വരും. ഇനി സ്മൃതി എന്താണ്? നമ്മുടെ പുരാണങ്ങളെ, മഹാഭാരതം, ഭാഗവതം, അങ്ങനെയുള്ള പുരാണങ്ങളെ, പഞ്ചരാത്രങ്ങളെ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിനകത്ത് വരുന്നു? സ്മൃതി വരുന്നു, സ്മൃതിക്കകത്ത് വരുന്നു. അപ്പൊ ഇതിലൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനെ കുറിച്ചാണ് അല്ലെ? അപ്പം എന്താണ്? ശ്രുതി സ്മൃതി പുരാണാനാമാലയം കരുണാലയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ആ ശ്രുതിയും ആരെയാണോ കാത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ മുഴുവൻ ആരെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, സ്മൃതിയും ശ്രുതിയും ആരെക്കുറിച്ച് വാഴ്ത്തുന്നുവോ അങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനാണ് ഒരു കള്ളപ്പുഞ്ചിരിയും തൂക്കി കുഞ്ഞുപല്ലും കാണിച്ചുകൊണ്ട് ആ കിങ്കിണിയും അണിയിച്ചുകൊണ്ട് അമ്മയുടെ മടിയിൽ ചാടിക്കയറി ഇരുന്നിരിക്കുന്നു. അപ്പം കുഞ്ഞു വയറിൽ അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുകയാണ് ആ കുഞ്ഞു വയറിൽ. അപ്പൊ യശോദ ഓർക്കുകയാണ്, എത്ര പാലാണ് കുടിക്കുന്നത്, എത്ര പാല് കുടിച്ചാലും മതി വരുന്നില്ലല്ലോ എന്നൊക്കെ യശോദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. ആചാര്യന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? ആ കുഞ്ഞു വയറിൽ കിടക്കുന്നത് എത്രമാത്രം അണ്ടകടാഹങ്ങളാണ് അല്ലെ? എത്രമാത്രം ആ കടാഹങ്ങളാണ് അവിടെ കിടക്കുന്നത്. അതിലേക്കെല്ലാം ഒഴുകേണ്ട പാലാണ് ഇദ്ദേഹം ഇവിടുന്ന് കുടിക്കുന്നതെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. അന്തമില്ലാത്ത ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അല്ലെ? അപ്പൊ ആ ബ്രഹ്മാണ്ടങ്ങളിലേക്കെല്ലാം ഒഴുകുന്നു. അപ്പം അങ്ങനെ ആ പാല് കുടിക്കുകയാണ്. അപ്പൊ പക്ഷേ കുടിച്ചിട്ട് മതിയായില്ല, എത്രയും വേഗം അവിടെ കുടിക്കണമെന്നുള്ള ആവേശത്തിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നോക്കുമ്പോൾ അടുപ്പത്തിരിക്കുന്ന
പാല് തിളച്ചു തൂകുന്നത് കാണുന്നത്. അപ്പൊ യശോദയ്ക്ക് പേടിയായി, കൃഷ്ണൻ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാലാണ്, എന്ത് വഴക്കുണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ പാലെല്ലാം തിളച്ചു പോകുന്നു, എനിക്ക് ആ തിളച്ച പാല്, പോയ പാല് വേണമെന്ന് ചിലപ്പോ പറയും. അപ്പൊ അത്രമാത്രം കുസൃതി കാണിക്കും. അതുകൊണ്ട് ആ പാല് കളയാൻ, പത്മ എന്നും പറഞ്ഞു പറയുന്ന ഒരു പശുവിന്റെ പാലാണ്, അതാണ് ഏറ്റവും കൃഷ്ണന് ഇഷ്ടമായിട്ടുള്ളത്. അപ്പൊ അത് ഓടി ചാടി കൃഷ്ണനെ അങ്ങോട്ട് വെച്ചിട്ട് എളുപ്പം പോയി എടുത്തു വെച്ചേച്ച് വരാൻ പോയതാണ്. പിന്നെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പൊ അവിടെ എന്താണ് അങ്ങനെ ആ പാലെല്ലാം പോവുകയും ചെയ്തു, കൃഷ്ണൻ പിണങ്ങുകയും ചെയ്തു. കൃഷ്ണൻ ഓടി അവിടെ കിടന്ന് എല്ലാം തല്ലി പൊട്ടിച്ച്, ആദ്യം അവിടെ ഒരു ഇത് കിടന്നു, ആചാര്യന്മാര് പറയുന്ന അവിടെ ഒരു കളിപ്പാട്ടം കിടന്നു, അതെടുത്തങ്ങ് തല്ലി പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് കടകോൽ എടുത്തിട്ട് അവിടെ കണ്ടതെല്ലാം തല്ലി പൊട്ടിച്ചു. അങ്ങനെ ഓരോന്നും പൊട്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു അമ്മ അടുപ്പ് നിർത്താൻ പോയതേ കാമക്രോധ മോഹലോഭങ്ങൾ വരരുതേ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഭഗവാന് പാല് കുടിക്കണം എന്നുള്ള കാമം ഉണ്ടായി, പാല് കിട്ടാതെ വന്നപ്പോ ക്രോധമുണ്ടായി, അല്ലെ? കാമക്രോധം അവിടെ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അമ്മ എന്തുകൊണ്ട് എന്നെ ഇട്ടിട്ട് പോയി എന്നുള്ളതാണ് അവിടെ ഭഗവാൻ ദേഷ്യം ഉണ്ടായി. ഇതൊക്കെ ഭഗവാൻ കാണിക്കുന്ന ലീല. യശോദ എന്ത് ജന്മത്തിൽ എന്ത് നേരത്തെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം ആ കളിയായിട്ട് യശോദയ്ക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ഇതെല്ലാം തല്ലി പൊട്ടിച്ചിട്ടിട്ട് ആ കുഞ്ഞിക്കാലുകൾ വെച്ചുകൊണ്ട് ഈ തൈരിനകത്ത് കൂടി നടന്ന് പോവുകയാണ്. യശോദ തിരിച്ചോടി വരികയാണ്. വന്നപ്പോ കൃഷ്ണനെ കാണാനില്ല, സർവ്വതും പൊട്ടിക്കിടക്കുന്നു. കൃഷ്ണൻ എന്ത് ചെയ്തു, അവിടെ ഇരുന്ന കുറെ വെണ്ണ ഉണ്ടായിരുന്നു, അതും പൊക്കി എടുത്തോണ്ട് എന്തുപോയി, ഓരോ കുട്ടികൾ മാത്രം കളിക്കുന്ന ഒരു സ്ഥലം വൃന്ദാവനത്തിലുണ്ട്, കുട്ടികൾക്ക് മാത്രം ഇരിക്കുന്ന അവിടെ പോയിട്ട് ഒരു കല്ലുണ്ട്, അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് രാമാവതാരത്തിൽ ഉണ്ടായിരുന്ന എന്താണ് മങ്കീസൊക്കെ ജന്മം എടുത്തിട്ടുണ്ടല്ലോ, എല്ലാ പൂച്ചകളും കൊണ്ട് മങ്കീസ് കൊണ്ട് അവർക്കെല്ലാം കുറേശ്ശെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. യശോദ അത് കണ്ടു. അപ്പൊ യശോദ ഒരു വടി എടുത്തുകൊണ്ട് ഓടിക്കുകയാണ്. അതും നിങ്ങൾക്കറിയാം, ഓണകം പിടിച്ചുകൊണ്ടാണ് ഓടുന്നതെന്നും ഒക്കെ ആചാര്യന്മാര് നല്ല രസകരമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ യശോദ നല്ല സ്പീഡിൽ ഓടുന്നു, കൃഷ്ണനും സ്പീഡിൽ ഓടുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഓടുന്നു. ഭക്തന് വേഗം കൂടി, ഭഗവാന് വേഗം കുറഞ്ഞു. ഭക്തൻ ചെന്ന് ഭഗവാനെ പിടിച്ചു, അല്ലെ? അങ്ങനെ പിടിച്ചു നിർത്തുകയും ആ സച്ചിദാനന്ദ സ്വരൂപനെ ആ ഭക്ത പിടിച്ച് നിർത്തുന്നതായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പൊ യോഗേശ്വരന്മാര് പോലും യുഗാന്തരങ്ങളായി പിടിച്ചു നിർത്താൻ ആഗ്രഹിച്ചിരുന്ന ആ ഭഗവാനെ ഭക്തി കൊണ്ട് യശോദ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നു. അതാ സ്നേഹം കൊണ്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോഴെന്താണ്, കള്ളക്കരച്ചിൽ വരുന്നു, കൃഷ്ണനെ കള്ളക്കരച്ചിൽ വരുന്നു. അതിനെ വില്വമംഗലം സ്വാമിമാര് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? വദനേ നവനീത ഗന്ധബാധം, വദനേ നവനീത ഗന്ധബാധം എന്ന് പറഞ്ഞാല് വായിലോട്ട് നോക്കിയാൽ, കൃഷ്ണനോട് ചോദിച്ചത്രേ, ഞാൻ വെണ്ണ കണ്ടിട്ടേ ഇല്ല, ഞാൻ എടുത്തിട്ടേ ഇല്ല എന്നേ പറയത്തുള്ളൂ. പക്ഷേ വാ തുറന്ന് നോക്കിയാൽ നവനീതം, നറുവെണ്ണ വായിൽ കിടക്കുന്നു. വദനേ നവനീത ഗന്ധബാധം വചനേ തസ്കര ചാതുരീ തുരീൺ. വദനം നോക്കിയാലോ, ഒരു പാവം കരഞ്ഞ് കള്ളം മാത്രം കള്ളം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രൂപം. വചനേ തസ്കര ചാതുരീ തുരീണം. പിന്നെ വചനത്തിലോ വചനമല്ല, വചനേ തസ്കര തുരീണമാണ്. വചനത്തിൽ തസ്കര തുരീണം, കള്ളന്മാര് പറയുന്നവർ ഞാൻ എടുത്തിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന ആ രീതി. ഇനി നയനത്തിലോ, കണ്ണിലോട്ട് നോക്കിയാൽ എന്താണ്? കുഹനാശ്രുമാശ്രയേഹ, പേടിച്ച് ഭയന്ന് അമ്മയുടെ അടുത്ത് പേടി കൊണ്ട് വിറച്ചു നിൽക്കുന്നു, അല്ലെ? അങ്ങനെ എന്താണ്? രുദന്തം മുഹുർനേത്രയുഗ്മം മൃജാന്ധം കരാംഭോജയുഗ്മേന സാതംഗനേത്രം. അങ്ങനെ എന്താണ്? കുഹനാശ്രു ആശ്രയേഹ. അപ്പം വചനം എങ്ങനെയാണ്, അതുപോലെ നയനം എങ്ങനെയാണ്, ഇനി ചരണം എങ്ങനെയാണ്? കോമളതാണ്ഡവം. ചരണേ കോമളതാണ്ഡവം എന്ന് വെച്ചാൽ കരണത്തിൽ എന്ത് കെട്ടിയിട്ടുണ്ട്? ചിലമ്പ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ചിലമ്പ് കൊണ്ട് താണ്ഡവം നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്ന കൃഷ്ണനെയാണ് നമ്മ അവിടെ കണ്ടത്. അത് കണ്ടപ്പോഴത്തേയോ എന്റെ കുഞ്ഞിന് പേടിയായി, എന്നെ ഭയന്നിട്ടുണ്ടോ? മുഖം കണ്ടോ? കണ്ണീരിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നു, അല്ലെ? രുദന്തം മുഹുർനേത്രയുഗ്മം മൃജന്ധം കരാംഭോജയുഗ്മേന സാതംഗനേത്രം. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് യശോദ പേടിച്ചിട്ട് ഇനിയും കുഞ്ഞിന് പേടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വടി ദൂരെ എറിഞ്ഞിട്ട് പിന്നെ യശോദ വിചാരിക്കണം, ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ, ഇവൻ ഇനി നാളെ എന്താണ്
ദീപാവലിയാണ്, ഇന്നിവിടെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഒരുക്കണം. അപ്പൊ ഇവൻ ഇനിയും ബഹളം കാണിച്ച് വല്ലടമൊക്കെ പോകും. ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു പട്ടുതുണി എടുത്തുകൊണ്ട് വന്ന് ശരിക്കും കെട്ടിയിടാമെന്ന് പറഞ്ഞാണ് ഭഗവാനെ കെട്ടാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ പട്ടുകൊണ്ട് കെട്ടാൻ നോക്കുമ്പോൾ നമുക്കറിയാം ആ 2 വിരൽപ്പാട് പോരാതെ വരുന്നു. അതെന്തൊക്കെയാണ്, എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആർക്കൊന്നും ഇല്ലയോ അത് പറയാൻ? സമർപ്പണവും ഭക്തി. നമ്മള് ഭഗവാനിൽ സമർപ്പിക്കുന്നത് തന്നെ ഭക്തിയാണ്. പിന്നെ നമ്മുടെ ശ്രമം. യശോദ ഓടി പിടിച്ചില്ലേ, ഭഗവാനെ പിടിച്ചില്ലേ? എത്ര ഓടാമോ അത്രയും ഓടി പിടിച്ചില്ലേ? അപ്പോഴത്തേക്ക് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ എന്താണ്, മുടിയൊക്കെ അഴിയുന്നു, പൂക്കളെല്ലാം താഴെ പോകുന്നു, ആകെ വിയർത്ത് ക്ഷീണിച്ച്. അപ്പൊ എഫർട്ട്, വളരെയധികം ശ്രമം, അതാണ് ഒന്ന്. പിന്നെ നമ്മൾ എന്താണോ ഭഗവാന് സമർപ്പിക്കുന്ന ആ സമർപ്പണ മനോഭാവവും അവിടെ കണ്ടു. അപ്പം അഹങ്കാരമായ വടി വലിച്ചെറിഞ്ഞപ്പോൾ കൃഷ്ണൻ നിന്നുകൊടുത്തു കെട്ടാനായിട്ട്, അല്ലെ? നമ്മളെ കൊണ്ടാകും എന്നുള്ള ചിന്ത നമ്മളിൽ നിന്ന് പോകുമ്പോൾ, ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മൾക്ക് സഹായകമായിട്ട് വരുന്നത് എന്നിവിടെ കാണിക്കുന്നു. അഹങ്കാരത്തിന്റെ ചിഹ്നമായ വടി എറിഞ്ഞു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഭഗവാൻ നിന്നു കൊടുക്കുകയും, അപ്പം അങ്ങനെ അവിടെ കെട്ടാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ കയറുകൊണ്ട് ആദ്യം വിചാരിക്കും, അയ്യോ ഇവനെ കയറുകൊണ്ട് കെട്ടിയാൽ അവന് വയറ് നോവത്തില്ലേ, അതുകൊണ്ട് ചെന്ന് പട്ടുതുണി എടുത്തോണ്ട് വരും. അങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ച് പട്ടുതുണിയൊക്കെ കൊണ്ടുവന്നു. അതുകൊണ്ടൊന്നും തികയുന്നില്ല. അപ്പോഴത്തേക്ക് അടുത്തുള്ള ഗോപിമാരെല്ലാം എത്തുന്നു. ഗോപിമാരൊക്കെ പറയുന്നു, ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഓരോരുത്തരും കൊണ്ടുവരും. പക്ഷെ എപ്പോഴും ആരൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടും 2 വിരൽപ്പാട് ഇങ്ങനെ നിൽക്കുകയാണ്, അതൊന്നും പോരാ. അപ്പൊ ഗോപികൾ പറയും, ബില്വമംഗലത്തിന് ഇത് കാണിച്ചു കൊടുത്തതാണെന്നാ പറയുന്നത്. ഇത് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഗോപികമാര് പറയുകയാണ്, യോ ഈ പറ്റത്തില്ല യശോദേ, നിനക്കവനെ കെട്ടാൻ പറ്റില്ല. ഞങ്ങളിത് എത്ര തവണ കണ്ടിരിക്കുന്നു. ഞങ്ങളെ പൂട്ടിയിട്ട് ഇവിടെ വന്ന് യശോദയെ കാണിച്ചു തരാനായിട്ട്, കള്ളം കാണിക്കുമ്പോൾ ഇവിടെ വന്ന് യശോദയെ കാണിച്ചു തരാനായിട്ട് വരും. അപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ കൃഷ്ണ യശോദയുടെ മടിയിലിരിക്കുകയാണ്, അവിടെ കൃഷ്ണനില്ല. അപ്പൊ അതുപോലെ തന്നെ ചില ദിവസം കയറി വെണ്ണക്കുടത്തിൽ കൈ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോ ഞങ്ങൾ ചെന്ന് പിടിക്കുന്നുണ്ടെ കൈ നിറച്ച് വെണ്ണ ഇരിക്കുകയാണ്. അപ്പൊ പറയും, നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഇതെന്റെ വീടാണെന്ന് വിചാരിച്ച് കയറിയതാണ് എന്ന് പറയുന്ന ഉടനെ പറയും, അത് നീ മാറിപ്പോയോ? ശരി, എന്നാ നീ പൊയ്ക്കോ, അത് നീ തുടച്ച് വിട്ടിട്ട് നീ പൊക്കോ എന്ന് പറയുമ്പോ പറയും, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇതിനകത്ത് കൊണ്ട് കൈയിട്ടത്, വെണ്ണക്കുടത്തിൽ കൈയിട്ടത്? അതെന്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, കുന്തം പോയാൽ കുടത്തിലും തിരയണമെന്ന്. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലൊരു പശുക്കുട്ടിയെ കാണാതായി, അപ്പൊ അത് ഇതിനകത്ത് കയറി ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കിയതാണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു തരത്തിലും നിന്ന് കൊടുക്കത്തില്ല. അപ്പൊ പറയും, അതിലൂടെ പറയും, എന്റെ കൈ നിറച്ച് വെണ്ണയാണ്, ഞാനതൊന്ന് നക്കിക്കോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ പല രീതിയിലും കളികൾ കളിച്ചിട്ട് അവരെ എല്ലാം കളിപ്പിക്കുന്ന ആ കൃഷ്ണനെ കെട്ടാൻ നിനക്ക് പറ്റില്ല എന്ന് പറയും. അങ്ങനെ പറ്റാതെ നിൽക്കുന്ന അവസരത്തിലാണ് രാധാറാണിയും മറ്റും എത്തുന്നത്. അവസാനം അമ്മയുടെ ഈ വിഷമം കണ്ടിട്ട്, അമ്മയുടെ ഓട്ടവും അമ്മയുടെ ശരീരത്തിന്റെ അലച്ചിലും അമ്മയുടെ കഷ്ടപ്പാടും കണ്ട് കരുണ തോന്നിയ കൃഷ്ണൻ തന്നെ കെട്ടാനായിട്ട് അനുവദിക്കുന്നത് നമുക്ക് അറിയാം. അങ്ങനെ നിൽക്കുന്ന കണ്ണനെയാണ് നമ്മള് പൂജ ചെയ്ത് നമ്മളെ വിളക്കും കൊളുത്തി ആരാധിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് രാധാ ദാമോദരനായി നമ്മളെ ആരാധിക്കുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് തീരുകയാണ്. ഇന്ന് എല്ലാവർക്കും ഇന്ന് വിളക്ക് കൊളുത്തി എല്ലാവരും. അപ്പം യശോദാറാണിക്ക് എത്രമാത്രം വിഷമമുണ്ട് മകനെ കെട്ടിയെടുത്തതിന്. പിന്നീട് വന്ന് അവിടെ കിടക്കുന്നു. അന്നത്തെ ദിവസം അവിടെ കിടന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരലും വലിച്ചുകൊണ്ട് നടക്കുന്നു. ഒരലും വലിച്ചുകൊണ്ട് നടന്നതിന് ശേഷമാണ് പിന്നെ നളകൂപരന്മാർക്ക് എന്ത് കൊടുക്കുന്നത്? നളകൂപന്മാരെ മോക്ഷം കൊടുക്കുന്നു. അപ്പൊ അത് ഞാനൊന്ന് എല്ലാവരും വായിച്ചിരിക്കണം, പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞ ആരെങ്കിലും വായിച്ചോ? ആർക്കെങ്കിലും അറിയാമോ അത് പറയാനായിട്ട്? നളകൂപന്മാരുടെ സ്തോത്രം ലാസ്റ്റ് നളകൂപരന്മാർ എന്ത് പറഞ്ഞാണ് ലാസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്? നളകൂപരന്മാര് പറയുന്നുണ്ട്, ഞങ്ങൾ കെട്ടഴിച്ച് വിടട്ടെ. അപ്പൊ കൃഷ്ണൻ പറയും, ഇല്ല, നിങ്ങളാലും സാധിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അവസാനം നളകൂപരന്മാര് പോയതിനു ശേഷമാണ് മരങ്ങൾ വീഴുന്ന ശബ്ദം പോലും കേൾപ്പിക്കുന്നത്. അതുവരെ ഇക്ക പോലും വന്നില്ല എന്നുള്ളതാണ് അവിടെ. അപ്പം വാണീ ഗുണാനി കഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു ഭവത്തനൂനാം എന്നാണ് പറയുന്നത്. അപ്പൊ വാണീ ഗുണാനി കഥനേ ശ്രവണൗ കഥായാം എന്ന് പറഞ്ഞാൽ
ഞങ്ങളുടെ വാക്കുകളെല്ലാം സദാ അങ്ങയുടെ ഗുണങ്ങൾ പറയുന്നതിന് കാരണമായി അങ്ങ് എപ്പോഴും ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ വാക്കുകളെ അങ്ങയെക്കുറിച്ച് പറയാതെ ഏത് സമയത്തും അത് വെറുതെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ക്രോ വാക്കുകളായി എന്താണ് ആ തവളയുടെ ശബ്ദം പോലെയാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതിരിക്കും എന്നാണ് ഇവിടെ പ്രയോജനവും കാണുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ അതുപോലെ ഗുണാനുകഥനെ അങ്ങയുടെ ഗുണം എപ്പോഴും പറയാനായിട്ട്, ഗുണങ്ങൾ എപ്പോഴും പറയാനായിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നാവ് ഇതായിട്ട് വരട്ടെ, തയ്യാറായി നിൽക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സെപ്പോഴും അങ്ങയുടെ പാദാംബുജങ്ങളെ സ്മരിക്കട്ടെ, മനസ്സിൽ മറ്റൊന്നുമില്ലാതെ അങ്ങയുടെ പാദാംബുജങ്ങളാകട്ടെ എന്നാണ് പറയുന്നത്. കണ്ണുകൾ, നമ്മുടെ കണ്ണ് സഫലമാകുന്നത് ഭഗവാനെ ഹൃദയത്തിൽ വഹിക്കുന്ന ശുദ്ധ ഭക്തന്മാരുടെ പാദങ്ങളെ കാണുമ്പോഴാണ്. അങ്ങനെ ആ ശുദ്ധ ഭക്തരുടെ ഹൃദയവും പാദവും കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ സഫലമാകുന്നു എന്നാണ്. അതാണ് ഹസ്തൗജക. പിന്നെ എന്താണ്? ശ്രവണവും കഥായ, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ ഗുണങ്ങൾ കേൾക്കുക, നമ്മുടെ വാക്കുകൾ ഭഗവാനെ കുറിച്ച് സ്തുതിക്കുന്നതാകുക. വാണീ ഗുണാന് കഥനെ ശ്രവണവും കഥായ. ഇതൊക്കെ 9 പ്രാവശ്യമൊക്കെ ഓരോരുത്തര് ദിവസേന പറയുന്നതാണ്. വാണീ ഗുണാന് കഥനെ ശ്രവണവും കഥായ ഹസ്തൗജ കർമ്മസു മനസ്തവ പാദയോർന. അതിന് കണ്ണുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? കണ്ണുകൾ സഫലമാകുന്നത് ഭഗവാനെ ഹൃദയത്തിൽ വഹിക്കുന്ന ശുദ്ധഭക്തന്മാരെയും ഭഗവാന്റെ വിഗ്രഹത്തെയും കാണുമ്പോഴാണ്. പിന്നെ എന്താണ്? അതുപോലെ ഭഗവത് ദർശനം കിട്ടുന്ന അവസരത്തില് ഇനി അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ എന്താണ്? ബർഹായിതേ നയനേ നരാണ. എന്താണ്? മയിൽപീലിക്കും കണ്ണുണ്ട്, അതുപോലെ അർത്ഥവത്തല്ലാത്തതായിട്ട് മാറും. എന്താണ്? അപ്പം മയിൽപീലി കണ്ണുപോലെ വ്യർത്ഥമായിട്ട് മാറും എന്ന് പറയുന്നു. ഇനി നാവ് കൊണ്ട് ഭഗവത് സ്തോത്രം പാടിയില്ല എങ്കിൽ അത് തവളയുടെ നാവ് പോലെ വെറും എന്താണ്? ക്രോ ആയിട്ട് മാറുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ ഹസ്തൗജ കർമ്മസു മനസ്തവ പാദയോർന. കൈകൊണ്ടാണെങ്കിലോ ഭഗവാന് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശവത്തിന്റെ കൈകൾ പോലെയായി മാറുന്നു എന്നുള്ളതാണ്. കൈകൊണ്ട് ഭഗവാനെ പൂജിക്കുകയോ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുപോലെയായി. ഇനിയും കാലുകൊണ്ടോ, കാലെന്താണ്? ദൃഷ്ടി. പിന്നെ ശ്രുത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്തതാം ദർശനേസ്തു ഭവത്തനുന. കാലുകൊണ്ടാണെങ്കിലോ ക്ഷേത്രത്തിൽ പോകാനോ ഭഗവാന് വേണ്ടി എന്തെങ്കിലും സേവ ചെയ്യാനോ കഴിയുന്നില്ല എങ്കിൽ ഇതുപോലെ വൃക്ഷത്തിന്റെ വേരുകൾ എവിടേക്കെല്ലാം സഞ്ചരിക്കുന്നു അതുപോലെ ധ്രുമത്തെ പോലെ ആയി മാറുന്നു. അപ്പം ആ വേരുകൾ പോലെ ആയിത്തീരും എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ അനുഭവിച്ചവരാണ് പ്രാർത്ഥിക്കുന്നത്. ധ്രുമജന്മപാദവും വൃക്ഷങ്ങളുടെ വേരുകൾ പോലെ. അതിന്റെ പല ആഹാരം അന്വേഷിച്ചത് അവിടേക്കും ഇവിടേക്കും വേരുകൾ പോകുന്നത് പോലെ ഉള്ളൂ. നമ്മുടെ നടത്തം കൊണ്ട് യഥാർത്ഥത്തിൽ നമുക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാണീ ഗുണാന് കഥനേ ശ്രവണവും കഥായ ഹസ്തൗജ കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാ ദർശനേസ്തു ഭവത്തനുന. അപ്പൊ നാവാണെങ്കിലും ശരി, കണ്ണാണെങ്കിലും ശരി, കൈയാണെങ്കിലും ശരി, കാലാണെങ്കിലും ശരി, എല്ലാം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, 24 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഇന്ന് അവസാനിച്ചിട്ട് നാളെ നമ്മൾ തിരിച്ചു പോകും. അപ്പൊ ഈ നമ്മുടെ അക്കൗണ്ടിൽ ഇത് മാത്രമേ കിടക്കുകയുള്ളൂ എന്ന് ഇതിനോട് ചേർന്ന ഒരു ശ്ലോകമാണ്. ആർക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അംബരീഷിന്റെ ഒരു ശ്ലോകമുണ്ട്. അംബരീഷിനെ കുറിച്ച് എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? സവൈമന കൃഷ്ണപദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ. അല്ലെ? വാക്കുകളെല്ലാം വൈകുണ്ഠന് ഗുണാനുവർണ്ണനം, അങ്ങനെ ഗുണം പറയാനാന്ന് പറഞ്ഞ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർമന്ദിരമാർത്തനാദിഷു ശ്രുതിഞ്ചകാരാച്യുത സത്കഥോദയെ. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ എങ്ങനെ ഏതുമായിട്ട് എന്തെല്ലാം പ്രയോജനമാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ളത്? ബാക്കി ഏത് പ്രവൃത്തി ചെയ്യുന്നു അതെല്ലാം സഫലമായി തീരാൻ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാനുമായി ബന്ധപ്പെടുത്താൻ, നമ്മള് ഭഗവാന് വേണ്ടി സേവ ചെയ്യാൻ നമ്മളെ സഹായിക്കണം എന്ന് പറയുന്നതാണ് ആ ശ്ലോകവും. അങ്ങനെ ഇത് ആര് പറയുന്നതാണ് ഈ വാണീ ഗുണാനുകഥന എന്നുള്ളത്?
ഹരേ കൃഷ്ണ. അതായത് 10:38 ശ്ലോകമല്ലേ മാതാജി? അതെ അതെ. അത് നളഗോപുരം മണിഗ്രീവൻ നാളഗോപന്മാരുടെ പ്രാർത്ഥന. മണിഗ്രീവന്മാര് ലാസ്റ്റ് പറയുന്നതാണ് കൃഷ്ണന്റെ ബന്ധനം അഴിച്ചു കൊടുക്കാമെന്ന് നളകൂപരന്മാര് പറയുന്നുണ്ട്. അപ്പൊ പറയും, നിങ്ങൾ കഴിക്കാൻ പറ്റുകയില്ല, ഇതെന്നെ ബന്ധിച്ചിരിക്കുന്ന ആള് വരണം എന്ന് പറയുമ്പോഴാണ് എന്നെ നന്ദഗോപരോടി വരുന്നത് അല്ലേ. നന്ദഗോപരോടി വന്നിട്ട് ബന്ധപ്പെട്ട് അഴിച്ചു കൊടുക്കുന്നതായിട്ടും കൃഷ്ണൻ പറയുന്നു, ഇനി ഞാൻ അമ്മയുടെ മകനല്ല, ഞാൻ അച്ഛന്റെ മകനാണ്, നമുക്ക് പോയി മധുരയിൽ പോയി എന്നൊക്കെ ബില്ലുമംഗലം പറയുന്നതാണ്. നമുക്ക് മധുരയിൽ പോയി ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം, അമ്മയ്ക്ക് മാത്രം വാങ്ങിക്കില്ല എന്നൊക്കെ പറയുന്ന ആ കുഞ്ഞിനെയാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ആ സമയത്ത് അവിടെ പറയുന്നതാണ് ഈ ശ്ലോകം. വാണീ ഗുണാനി കഥനേ ശ്രവണൗ കഥായാം ഹസ്തൗജ കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തൻ. ഈ കഥകളെല്ലാം നിങ്ങൾക്ക് ശരിക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കം പറഞ്ഞു എന്നേ ഉള്ളൂ, ഇന്നത്തെ ദിവസമായതുകൊണ്ട്. ഹരേ കൃഷ്ണ, സമയമാകുന്നു അല്ലെ. പിന്നെ പ്രധാനമായിട്ട് ഇനിയും പറയാനുള്ളത് നമ്മുടെ എന്താണ്, ആരെ കുറിച്ചാണ്? ഭീഷ്മരെ കുറിച്ച് അല്ലേ. അപ്പൊ ഭീഷ്മ പഞ്ചകം എല്ലാവരും ആരെങ്കിലുമൊക്കെ ചിലരൊക്കെ എങ്കിലും ഭീഷ്മപഞ്ചകം എടുക്കുന്നവര് കാണും. അതുപോലെ ഭീഷ്മസ്തുതി എല്ലാവരും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഇന്നും പറയുന്നുണ്ടോ ഭീഷ്മസ്തുതി? ആരെങ്കിലും പറയുന്നുണ്ടോ? ഏതാ ഈ ഭീഷ്മസ്തുതി? ആർക്കും ഒന്നും വിഷ്ണു സഹസ്രനാമം കിടക്കുമ്പോ ഭഗവാനെ സ്തുതിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഥമസ്കന്ധം 8-ാം അധ്യായം. ആരുടെ നമ്മുടെ കുന്തി പ്രയർ കഴിഞ്ഞിട്ട് അടുത്ത സ്തുതിയാണ് ഭീഷ്മസ്തുതി അല്ലേ. അപ്പൊ ആ ഭീഷ്മസ്തുതി നമ്മൾ ഡെയിലി ഇപ്പൊ 4 ദിവസമായിട്ട് മിക്കവാറും എല്ലാവരും അറിയാവുന്നവരൊക്കെ അത് വായിച്ചു വരികയാണ്. അപ്പൊ അത് വായിച്ച് നിർത്തുക. ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുന്നതാണ് അവിടെ. അപ്പൊ ലാസ്റ്റില് ഭീഷ്മര് പോകാറായ സമയത്ത് എന്താണ്, എനിക്കിനിയും കുറച്ച് സമയമേ ഉള്ളൂ, കൃഷ്ണൻ അവിടെ നിൽക്കണമെന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണൻ വിഷ്ണു സഹസ്രനാമം അല്ല, വിഷ്ണു സഹസ്രനാമം വേറെ, ഭീഷ്മര് സ്തുതിക്കുന്നത് വേറെ. ഭാഗവത്തിൽ ഭീഷ്മസ്തുതി വളരെ പ്രധാനമായിട്ട് നമ്മുടെ കുന്തി മഹാറാണിയുടെ സ്തുതി കഴിഞ്ഞ ഉടനെ ഇതീമതീരൂപ കൽപ്പിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിപുംനി. ഇത് പഠിച്ചതാണ് നിങ്ങള്. അപ്പൊ അത് ആ ശ്ലോകങ്ങള് ഇതുവരെയും പറഞ്ഞില്ല എങ്കിൽ അറിയാവുന്നവര് അത് വായിച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഭീഷ്മര് പോകാറായി പോകുന്ന അവസരത്തില് എന്റെ മുന്നിൽ ഞാൻ ആരാധിച്ചിരുന്ന വിഷ്ണു രൂപത്തിൽ എനിക്ക് ദർശനം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ വിഷ്ണു രൂപത്തിൽ ആ ഭീഷ്മരുടെ മുമ്പില് പ്രത്യക്ഷനാകുന്നതാണ്. പ്രത്യക്ഷനായിട്ട് നിന്ന് കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിഷ്ണു സഹസ്രനാമം നേരത്തെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യുധിഷ്ഠിരർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോഴേ യുധിഷ്ഠിരന് ഇനി എങ്ങനെ ഭരിക്കണം, ഏത് രീതിയിൽ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് എന്തു പറ്റുന്നത്? സൂര്യൻ എങ്ങോട്ട് മാറുന്നു? സൂര്യൻ എന്തു പറ്റുന്നു? ഉത്തരായനത്തിലോട്ട് മാറുന്നു. ആ സമയത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പറയുകയാണ്. ആ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് പോണമെന്നുള്ള ഒരിതിലാണ്. അപ്പൊ അതിന് ഓരോ ഇതുണ്ട്. നമുക്കറിയാം, കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത് എവിടെയാണ്? ഏത് സ്ഥലത്ത് വെച്ചാ കുരുക്ഷേത്ര യുദ്ധം നടന്നത്? ഹരിയാന. ഹരിയാനയിലാണ്. പക്ഷെ ഇത് കാണുന്നത് ധൃതരാഷ്ട്രം എവിടെയായിരിക്കുന്നത്? ഹസ്തിനപുരിയിൽ ഇരുന്ന് യുദ്ധം കാണുകയാണ്. ആര് പറഞ്ഞു കൊടുക്കുന്നു? സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ സഞ്ജയൻ ആദ്യം തൊട്ടേ സഞ്ജയൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. യുദ്ധം നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴേ അപ്പൊ ധൃതരാഷ്ട്രക്ക് ഒരു ഭാവമുണ്ട്. എന്താണ്? എന്റെ മുന്നിൽ ഭീഷ്മ പിതാമഹൻ വലിയ ആകാശം മുട്ട് വളർന്നു നിൽക്കുകയാണ്. ആ ഭീഷ്മ പിതാമഹൻ ഉള്ളിടത്തോളം കാലം തീർച്ചയായും അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്, അദ്ദേഹത്തിനെ ആർക്കും വധിക്കാൻ കഴിയില്ല. അദ്ദേഹം ഉള്ളിടത്തോളം കാലം തീർച്ചയായും ഞങ്ങൾക്ക് പരാജയം ഉണ്ടാകില്ല, ഞങ്ങൾ വിജയിക്കും, പാണ്ഡവര് തോക്കും എന്നുള്ള ആ അടിയുറച്ച വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ആരെ? അന്ധനായ ധൃതരാഷ്ട്രം. അവിടെ ഇരിക്കുന്ന അവസരത്തില്
അപ്പം അവര് തോറ്റോളുമല്ലോ എന്നുള്ള ഭാവമായിരുന്നു. അവസാനം 10-ാം ദിവസം ഭീഷ്മര് വീണു എന്ന് കേട്ടപ്പോഴേക്കും അപ്പോഴാണ് വീണ്ടും ആ ഒരിത് വരുന്നത്. അയാൾക്ക് ഭയമാകുന്നു, അന്ധന്റെ ഭയം വരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മാത്രമല്ല അന്ധത വ്യാപിച്ചിരുന്നത്, മനസ്സിൽ കൂടി അന്ധത വ്യാപിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുവാണ്. എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുറുവത സഞ്ജയ്. അത്രയും നേരം പറഞ്ഞതൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചില്ല. കാരണം അയാൾക്ക് അഹങ്കാരം വ്യാപിച്ചിരുന്നു. കാരണം എന്തുകൊണ്ട്? ഒരിക്കലും എന്റെ മക്കൾക്ക് പരാജയം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഭഗവാൻ ഭക്തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് നമുക്ക് അവിടെ കാണാം. അതുപോലെ ഈ യുദ്ധത്തിൽ ഒരു പരാജയവും നമുക്ക് വരില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ പാർട്ടിയെ ഇവിടെ പരാജയത്തിലേക്ക് നയിക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെ ഭീഷ്മര് വീണു എന്ന് കേട്ടപ്പോഴാണ് ഭയങ്കരമായ വിഷമം അവർക്ക് ഉണ്ടാകുന്നത്. ആ ഭീഷ്മര് വീഴുന്നതിന് മുമ്പ് ഭീഷ്മര് നോക്കിയ വ്രതമാണ് ഏത്? ഈ 5 ദിവസത്തെ വ്രതം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ 4 മാസം ചാതുർമാസം നോക്കാത്തവർക്ക് പോലും അതിന്റെ ഗുണം കിട്ടുന്നതാണ് ഈ 5 ദിവസത്തെ വ്രതം കൊണ്ട് എന്ന് മാത്രം. അപ്പൊ നമ്മള് ഇതിലെ ആ പ്രാർത്ഥന ഡെയിലി പ്രാർത്ഥിച്ച്, അതിൽ പറയുന്ന ഓരോ സൈസ് പൂവുകളാണ് ഇന്ന് വെക്കേണ്ടത്. വെളുത്ത നിറത്തിലുള്ള പൂവുകളാണ് ഇന്ന് അർപ്പിക്കേണ്ടത്. അപ്പൊ ഇന്നലെ ചുമന്ന നിറത്തിലുള്ളതായിരുന്നല്ലോ. അപ്പം ഭഗവാനിൽ ശരണാഗതി നേടുന്നതിന് വേണ്ടി നമ്മള് ഒരു ഭക്തനോട് പ്രാർത്ഥിച്ച ഭക്തന്റെ കൃപയ്ക്കായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞത് ആരുടെ കൃപയായിരുന്നു? തുളസി മഹാറാണി ഭക്തയുടെ കൃപ. ഇവിടെയും ഭക്തന്റെ കൃപ. അപ്പം ആരുടെ കൃപ? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? കാരണം കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആരെ അനുഗ്രഹിച്ചു? അങ്ങ് ഭീഷ്മരെ അനുഗ്രഹിച്ചു. അതുപോലെ ഒരു മാർഗം എനിക്കും തരണമേ എന്നുള്ള പ്രാർത്ഥന, ഭഗവാനിൽ ശരണാഗതി നേടാൻ നമ്മള് ശ്രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉയർത്താൻ നമ്മൾ നോക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒരു കുഞ്ഞിനെ ഒരു കയറ്റം കയറണമെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം നമ്മുടെ വീട്ടിൽ തന്നെ എന്നുണ്ടെങ്കിൽ അമ്മ കൈ പിടിച്ചു കൊടുക്കും, അല്ലെ? അമ്മ കൈ പിടിച്ച് ആ കുഞ്ഞിനെ പിടിച്ച് കയറ്റുന്നത് പോലെ പതുക്കെ പ്രയാസപ്പെട്ട് കുഞ്ഞ് കയറി വരുന്നത് പോലെ നമ്മളെ ഗുരോരനുഗ്രഹമേവ. അപ്പൊ നമുക്ക് ഗുരുവിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ സമയത്ത് നമ്മുടെ ഒരു ഗുരുവായി തന്നെ ആ ശുദ്ധഭക്തനെ കരുതിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം ഗുരോരനുഗ്രഹമേവ പുമാൻ പൂർണ്ണ പ്രകാശയേതെന്നാണ് പറയുന്നത്. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മനുഷ്യന് പൂർണ്ണ പ്രകാശവാനായി മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അമ്മ കുഞ്ഞിനെ പിടിച്ചു കയറ്റുന്നത് പോലെ നമ്മളെ ശുദ്ധഭക്തന്മാര് കൈപിടിച്ച് മുകളിലേക്ക് കയറ്റിയാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പം ആ ഹരേ എന്ന് പറയുന്ന ഇന്റേണൽ പൊട്ടൻസിയെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പറയുന്ന അവസരത്തില് കുഞ്ഞ് കരയുന്നത് അമ്മ എങ്ങനെയാണോ ശ്രദ്ധിക്കുന്നത്, അമ്മയായിരിക്കും കുഞ്ഞ് കരയുന്ന ആദ്യം കേൾക്കുന്നത്. അമ്മ ശ്രദ്ധിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ അച്ഛനും അവിടെ വരുന്നത്. അപ്പൊ ആ അച്ഛന്റെ ശ്രദ്ധ കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മയുടെയും ശ്രദ്ധ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ ആ ഒരു ലാളനയ്ക്കായി രാധാറാണിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ അച്ഛന്റെ അച്ഛന്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ വിടാൻ അമ്മയ്ക്ക് കഴിയും എന്നുള്ളതാണ് രാധാറാണിയിൽ കൂടി നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മളെ ഹരേ കൃഷ്ണ പറഞ്ഞുകൊണ്ട് ശുദ്ധഭക്തന്മാര് നമ്മളെ കൈപിടിച്ച് രാധാറാണിയുടെ കയ്യിൽ അഥവാ കൃഷ്ണന്റെ കയ്യിൽ കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതിനുവേണ്ടി ശുദ്ധഭക്തിയോടുകൂടി നമ്മളെപ്പോഴും ഭഗവാനെ സ്തുതിക്കണം എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയമില്ല, ഇവിടെ നിർത്തുകയാണ്. സമയമായല്ലോ. ഹരേ കൃഷ്ണ.